Hello guys. ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ട്രൂ സ്റ്റോറീസ് ചാനലിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. ഗായ്സ്, ഇന്നിപ്പോൾ ഞാൻ പോകുന്നുള്ളത്, എനിക്ക് ഒരാളെ കാണാനുണ്ട്. ഒരാളെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണ് കേട്ടോ, നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോകുന്നുള്ളത് മുള്ളേരിയ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. കാസർഗോഡ്, ചെർക്കളം, ബോയിക്കാനം, മുള്ളേരിയ, അങ്ങനെയാണ് സ്ഥലം വരുന്നത്. മുള്ളേരിയത്താണ് പോകേണ്ടത്. ഏകദേശം എൻ്റെ അവിടുന്ന് 10-20-22 കിലോമീറ്റർ, അതായത് കറക്റ്റ് കാസർഗോഡ് ടൗണിൽ നിന്ന് 26 കിലോമീറ്റർ. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. പിന്നെ ഞാൻ കുറേ ആയി ആ സ്ഥലത്തോട്ട് പോയിട്ടോ. പഠിക്കുന്ന ആ സ്ഥലം പോയിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. ബൈക്കെല്ലാം ഉണ്ടാവും, ഇങ്ങനെ എടുത്ത് പോകാറുണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ കാറിൽ പോകാൻ തുടങ്ങി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ആദ്യം എന്നെ വിളിച്ചാളടുത്തേക്ക് എനിക്ക് പോയിട്ട് കാര്യങ്ങൾ തിരക്കണം. ഗൈസ്, ഫൈനലി we are reaching area. Yes, there you go. കണ്ടോ, കൂടെ ഉണ്ടോ മുള്ളേരിയ. ഫ്രൂട്ട്സ് എല്ലാം രസമുണ്ടല്ലോ കാണാൻ. എന്താ ചന്തയാണോ? മുള്ളേരിയ ചന്ത. ഓ, ഫ്രൂട്ട്സ് എല്ലാം നോക്കൂ. അകത്ത് കയറി നോക്കാലോ അല്ലേ? എന്ത് ആടെ എന്നെ നോക്കി വരുന്നു ടോർച്ച്. ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് പോയി വരാം. കാണാനുള്ള ആളെ കാണണം, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കാലോ. മുള്ളേരിയ ഇവിടെ എവിടെയോ ആണല്ലോ. ഞാൻ ഉദ്ദേശിച്ച ആളെ ഇവിടെ എവിടെയോ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇത് കാണില്ല. ഐസ് കാണില്ല. ഇതാണ് കേട്ടോ കാസർഗോഡ് ജില്ലയിലെ മുള്ളേരിയ എന്ന് പറയുന്ന പ്രദേശം. എടാ മോനെ, മുള്ളേരിയ കുറെ ഇങ്ങോട്ടെല്ലാം വികസിച്ചേട്ടാ. ഷോപ്പുകൾ, ബിൽഡിംഗ് എല്ലാം വന്നിട്ട്. പണ്ട് ഇങ്ങോട്ടില്ലായിരുന്നു, ഞാൻ പഠിക്കുന്ന കാലത്തില് ഇങ്ങോട്ടില്ലായിരുന്നു. അങ്ങോട്ടേക്കെല്ലാം ഉണ്ട് കേട്ടോ.
അങ്ങോട്ടുണ്ട്. മക്കളെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഒന്ന് ഞാൻ തിരിച്ചു വരാം. എടാ മോനെ, സ്കൂളിട്ടാ എത്ര കിലോ അടിക്കുന്നത്? എട്ടിലാ? ഇത്ര കിലോ നീയാ? ഞാൻ വിചാരിച്ച 5 വയ്ക്കും. നീയാ 8ല്? എല്ലാവരും 8ല്, സെയിം ക്ലാസ്സിൽ. എന്ത് പേര്? ശിവേഷ്. നിന്റെ? അഖിൽ. നിന്റെ? അഭിനവ്. എല്ലാവരും ഇവിടെ തന്നെയാ സ്ഥലം? ഓക്കെ, പഠിക്കുന്നുണ്ടാ നന്നായിട്ട്? ഓക്കെ, അപ്പോൾ കാണാം. ഞാൻ ബ്ലോഗ് ചെയ്യുന്നു, യൂട്യൂബ്, റൂട്ട് സ്റ്റോറീസ്. മൊബൈലിൽ ഒന്ന് അടിച്ചു നോക്കണം. ഞാൻ എഴുതി തരാം, ബുക്ക് എടുത്ത്. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായി? ഈസിയാ? എന്നാടാ പിന്നെ ഈസി ഉണ്ടായല്ലേ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അറിയോ? എഴുതാൻ മാത്രം അറിയും, പറയാൻ അറിയില്ല അല്ലേ? അങ്ങനെയുണ്ടല്ലേ? ചിലവർക്ക് വായിക്കാൻ മാത്രം അറിയും, എഴുതാൻ അറിയില്ല, സ്പെല്ലിംഗ് എല്ലാം അറിയാത്ത ആളുണ്ടാകും. ഓക്കെ ഓക്കെ. നിന്റെ പേരെന്ത്? ശിവദേവ്. എല്ലാവരും സെയിം ക്ലാസ്? ഇവരൊട്ടെന്നല്ലേ? ആ ആ മലയാള പേര്. അങ്ങനെ പഠിക്കുന്നുണ്ടാ? ഓക്കെ. എക്സാം എല്ലാം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ഈ വ്ളോഗിൽ വരും കേട്ടോ നിങ്ങളെല്ലാവരും. ഓക്കെ, കാണാം. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, റൂട്ട് സ്റ്റോറീസ്. യോനറിയാലോ, ഓൻ്റെ നിന്ന് വാങ്ങിയാൽ മതി കേട്ടാ. ഇൻസ്റ്റയിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഫോളോവും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നിങ്ങൾ വ്ളോഗിൽ വരുവേ കേട്ടോ. ഗായ്സ്, അപ്പോൾ ചായ കുടിക്കാം. എന്താ? ജഗൻ മാത ഹോസ്പിറ്റലാണ് ഗായ്സ്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അങ്ങനെ? അത് വേറെ എന്തിനെങ്കിലും കെട്ടിയ ഹോസ്പിറ്റൽ? അതാ അങ്ങനത്തെ ഹോസ്പിറ്റൽ? ഹായ്. ചായ കൂടി ഗായ്സ്. നേരത്തെ കണ്ട ഒരു മാർക്കറ്റില്ലേ, മാർക്കറ്റിലായിരുന്നു. ഇതെങ്ങനെ വില നോക്കാം. ഫ്രൂട്ട്സ് ഉണ്ട്, കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. എല്ലാം കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ബസ് കേട്ടോ. മാർക്കറ്റ് വരുന്ന കുറച്ച് താഴെ കേട്ടോ, വില്ലേജ് ടൗണിൽ. ഇങ്ങോട്ടേക്ക് ആ സൈഡ് നിർത്തി നോക്കാം. ഇവിടെ വരെ വന്നതല്ലേ, അതുകൊണ്ട് ഫ്രൂട്ട്സിൻ്റെ എല്ലാം വില എത്ര നോക്കാം. നല്ല രസമുണ്ട് കാണാൻ, ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം. ചെറിയൊരു മാർക്കറ്റ്. ഇത് ആപ്പിള് എത്ര? 200 രൂപ കിലോ ഗാല നല്ല മധുരമുള്ള ആപ്പിൾ അടിക്കും. കിലോക്ക് 200? 200 രൂപ. ഈനാ അത് 100 രൂപ കിലോ. 200 രൂപ 4 കിലോ. റംബൂട്ടാനാ? കാക്കിലോ 80. കാക്കിൽ 80? ഇതെല്ലാം എവിടുന്ന് വരുന്നത് റംബൂട്ടിന്? അല്ല കോട്ടയം. കോട്ടയം കോട്ടയാ? 100 രൂപ കിലോക്ക് 100 അല്ലേ? എടുക്കട്ടെ, നല്ലുണ്ട്. ഓക്കെ.
ചോളത്തിന് എത്ര? 100 രൂപയ്ക്ക്. 100 രൂപയ്ക്ക് 4 അല്ലേ? ആപ്പിള് എല്ലായിടത്തും ഒരുപോലെ ഉണ്ടല്ലോ. നട്ട്സ് ഉണ്ട് ഗൈസ്. അണ്ടിപ്പരിപ്പ്, കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി, ബദാം. അണ്ടിപ്പരിപ്പിന് എത്ര? 50, 100, 200, 300, 350, 400. നല്ല വില കുറവ്. അങ്ങനെയാ? ഇതാ ഈ ബദാം ഓ അങ്ങനെയാ? ഇത് വരുന്ന നട്ട്സ് അല്ലോ നമ്മളെ ജില്ലേന്റെ പുറത്തുനിന്നാ? അത് കേരളത്തിൽ നിന്നുമല്ല? ആ അതെയാ? എവിടുന്ന് പറയാൻ കഴിയാ? ഇറാന്റെ നട്ട്സാ ഇത്? ഇത് കറുത്ത ഇതിനെത്ര? എത്ര? അഫ്ഗാൻ മുന്തിരിയാ? വെള്ളത്തിലിട്ട് കുടിക്കാം. അതെ അതെ, രാവിലെ മോർണിംഗിലെല്ലാം കുടിക്കുന്നത് നല്ലത്. ചെരുപ്പുണ്ട് ഗായ്സ്. ചെരുപ്പിന്റെ റേറ്റ് എങ്ങനാ? 100, 200, 300. അതെയാ? ഉദാഹരണം ഇതാണെങ്കിൽ ഇനി 200 അല്ലേ ഗായ്സ്? നല്ല ഉണ്ട് കേട്ടോ ചെരുപ്പ്. 200 ഉള്ളൂ, വെറും 200. നമ്മള് നല്ലുണ്ട്, ഗ്രിപ്പുണ്ട്, കാണാൻ സ്റ്റാൻഡേർഡും ഉണ്ട്. ലേഡീസ് ജെൻസ് എല്ലാം ഉണ്ട്, കുട്ടികളതുണ്ട്. ചീപ്പ് കല്ല മാല എന്നെല്ലാം പറയും പോലെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് മുള്ളേരത്താണ് വരുന്നത്, മുള്ളേര ടൗണിൽ തന്നെയാണ്. പിന്നെ മുളക്, പലതരം മുളകുണ്ട്. മല്ലി ഉണ്ട്. പിന്നെ ഇത് പച്ചക്കറി ഏരിയ. ചീര, വണ്ടക്ക ഉണ്ട് കേട്ടോ, നാടനാണെന്ന് തോന്നുന്നു. ആ വണ്ടക്കൊക്കെ എത്ര? വീട്ടിൽ തന്നെയാ നിങ്ങൾ? 120. ഓക്കെ. ബസലക്ക വണ്ടൊക്കെ ഉണ്ട് കേട്ടോ, നല്ലുണ്ട് കാണാൻ. ഇത് നാടനാ? നല്ലുണ്ടായി. നല്ലുണ്ട് കേട്ടോ. പിന്നെ തുണിത്തരങ്ങളുണ്ട്, പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെല്ലാം കേട്ടോ. ഇവിടെ റേറ്റ് എങ്ങനാ? ഇതിനല്ല റേറ്റ് എങ്ങനാ? പല റേറ്റ്. എന്നാലും ഒന്ന് ഇതിൽ കേൾക്കാൻ വേണ്ടി പറ. പല റേറ്റ് ഉള്ളതാണ്. എത്ര വരെ സ്റ്റാർട്ടിങ്? 100 സ്റ്റാർട്ട് ഉണ്ട്. 100, 150, 150, 220 അങ്ങനെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവും. ഓക്കെ. പയറ്, പച്ചപ്പയറ്, വെളുത്തപ്പയറ്, മഞ്ഞപ്പയറ്, ചോന്നപ്പയറ്, മുളക്, മല്ലി, പപ്പടം, കടല, മൈദ, കടലമാവ്, സവാള, വെളുത്തുള്ളി, ചെറുള്ളി, കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അംബ്രല. റൂട്ട് സ്റ്റോറീസ് ചാനലിന്റെ പേര്. അല്ല, മലയാളം. അപ്പോൾ നമുക്ക് ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം?
ഞാൻ പറഞ്ഞുതരാം ഗൈസ്. പച്ചക്കറി വിശാലമായിട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു മാർക്കറ്റ്, ചെറുതല്ലാത്ത, അതായത് വലുതുമല്ല ചെറുതുമല്ലാത്ത രീതിയിലുള്ള അത്ര അധികം കച്ചറ ഇല്ലാത്ത ഒരു മാർക്കറ്റാണ് കേട്ടോ. എങ്ങനെ ഇവിടെ തിരക്ക് ഏത് നേരത്ത്? രാവിലെയാ? അതെയാ? ആ അങ്ങനെ ആൾക്കാർ കുറവല്ലേ? ആ ഭയങ്കര വിശാലത കാണുന്നുണ്ട്. ആ ഞാൻ ബ്ലോഗിനും കൂടി പറയുന്നതാണ് കേട്ടോ. നിങ്ങളെ പേര്? മഹേഷ്. പ്രദീപ് ഇവിടെ തന്നെയാന്നാ? അതെ അല്ലേ? ഓക്കെ ശരി. അങ്ങോട്ടുണ്ട് ഗൈസ്. ഇവിടെ വീട്ടിലേക്കുള്ള മറ്റേ കിച്ചൺ പാത്രങ്ങൾ, ചട്ടി, കലം എല്ലാം പറയും പോലെ, കാട്ടൻകോരി, പാട്ടെ, പ്ലാസ്റ്റിക് ഗ്ലാസ്. ഇതും ഒരു പച്ചക്കറി സ്റ്റാളാണ്. ഉരുളക്കിഴങ്ങ്. ഈ ബീട്രൂട്ടിന് എത്ര? 50. ഇപ്പൊ ഞാൻ ഒന്ന് ചോദിക്കട്ടാ, ഇന്ന് കാലിയാക്കൽ നാളെ ലീവാക്കല്, അങ്ങനെയുണ്ടോ? അതാണ് ഇത് സെയിം മുളക്, പലതരം മുളകുണ്ട് കേട്ടോ. ചെറിയ ഉണ്ട മുളകുണ്ട്, ഉള്ള മുളക് നെറി, ഇതിന് വള്ളിമുളക്, കാശ്മീരി മുളകുണ്ട്. ഏതാണെന്നുള്ള ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, എൻ്റെ അറിവ് വെച്ചിട്ട്. അല്ല മോനെ, അറിവ് വെച്ചിട്ട് പറഞ്ഞാണ്. കാശ്മീരി ഉണ്ട്, കാശ്മീരി ഉണ്ട് അല്ലേ, അതും തോന്നും. പിന്നെ വെളുത്തുള്ളി, മല്ലി, എല്ലാത്തരം ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വാങ്ങുന്ന ആൾക്ക് വാരിക്കോരി കൊടുക്കും. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറവുണ്ടോ വില? അതെയാ? വീടിന്നല്ലോ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഇവിടെ വന്നാൽ കുറവ്. എത്ര കുറവുണ്ടാവും ഡിഫറൻസ്? 20, 10, 30, 40 ഭയങ്കര ഡിഫറൻസ് ആയി. അതെയാ? ഓക്കെ, എന്തായാലും ഇത് ബ്ലോഗായിട്ട് വരും കേട്ടോ, ഒരാഴ്ച. ഇവിടെ തുണിത്തരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കൊക്കെ ഉള്ളത്, വലിയവർക്കുള്ളതുണ്ട്. ജട്ടി ഉണ്ട്, അണ്ടർവെയർ. ഇതാ പലതരം അണ്ടർവെയർ ഉണ്ട്, നല്ല കളർഫുള്ളായിട്ട് കാണുന്നില്ല. ഇതാ പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കെല്ലാം ഉണ്ട് കേട്ടോ. സംഭവം എല്ലാം പുറത്തുനിന്ന് പീടിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഇവിടെ വില കുറവല്ലേ അല്ലേ? എങ്ങനെ കച്ചവടം ഉണ്ടല്ലേ? ഉഷാറാക്കട്ടെ. ഇത് വ്ളോഗിൽ വരും കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ല മഴ പിടിച്ചിട്ടുണ്ട്.